ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 8, ശ്ലോക 13. അസ്മിൻ പരാത്മന്നനുപാദമകൽപേ ത്വം ഇത്തം ഉദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ദിവാദാലയ വാസവിഷ്ണോ. അസ്മിൻ എന്റെ, പരമാത്മൻ പരബ്രഹ്മസ്വരൂപൻ, നനു അല്ലയോ, പാദമകൽപ്പേ പാത്മകൽപ്പത്തിൽ, ത്വം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു, ഇത്തം ഇപ്രകാരം, ഉദ്ധാപിത ആവിർഭവിച്ചുകൊണ്ട്, പത്മയോനി പത്മത്തിൽ ജനിച്ച ആ ബ്രഹ്മാവ്, അനന്തഭൂമാഹ മഹാത്മാവായ ഭഗവാൻ, മമ എൻ്റെ, രോഗരാശിം രോഗസമൂഹങ്ങളെ, നിരുന്തി നിവാരണം ചെയ്യണമേ, വാതാലയവാസ ഗുരുവായൂരപ്പ വിഷ്ണു, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. ഈ ദശകത്തിൽ നമ്മൾ പ്രളയ വർണ്ണനയെ കുറിച്ചാണ് നോക്കിക്കണ്ടത്. അതിൽ ഈ ശ്ലോകത്തിൽ എന്താണെന്നാൽ, സാക്ഷാൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര മൊട്ടായി ദൃഢമായ ആ ഒരു താമരയുടെ ചെണ്ടിൽ നിന്നും ആ ഒരു ഇതളുകളിലൂടെ അങ്ങനെ വിരിഞ്ഞ് അത് വലുതായി വലിയൊരു താമരയായി മാറുകയും, അതിൻ്റെ മുകളിൽ പ്രകാശത്തെ ചൊരിയുന്ന ആ സാക്ഷാൽ ബ്രഹ്മാവ്, സൃഷ്ടികാരകനാകുന്ന ആ ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്തു. അങ്ങനെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാക്ഷാൽ മഹാവിഷ്ണു ആ ഒരു ബ്രഹ്മാവിന് പ്രേരിതനായി പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ, ആ ഭഗവാനിൽ നിന്നും പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ആ താമരയിൽ ആവിർഭവിച്ച ബ്രഹ്മാവ്, അതായത് ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യത്തെ ഇവിടെ കുറിക്കുന്നു. അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ശക്തിയാലാണ് ബ്രഹ്മാവ് ജനിക്കുന്നതും അങ്ങനെ ഇവിടെ സൃഷ്ടികർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അത്രയും മഹത്തായ ഭഗവാനെ, എൻ്റെ രോഗസമൂഹങ്ങളെ എല്ലാത്തെയും നിവാരണം ചെയ്തു കൊള്ളണമേ എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് ഇവിടെ ഭട്ടതിരി അപേക്ഷിക്കുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ ത്വമിത്തമുദ്ധാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ദിവാദാലയ വാസവിഷ്ണോ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.